മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. വയനാട് അനധികൃതമായി മരം മുറിച്ചു മാറ്റിയ കേസിൽ നടപടിയുമായി ജില്ലാ ഭരണകൂടം. തൃക്കരിപ്പറ്റ വില്ലേജിലെ സുഹറയുടെ പറമ്പിലെ മരം മുറിച്ചതുമായി ബന്ധപ്പെട്ടാണ് പിഴയടക്കാൻ ജില്ലാ ഭരണകൂടം ഉത്തരവ് ഇറക്കിയത്. അനധികൃതമായി മരം മുറിച്ചതിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ പിഴ ഈടാക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. സമാനമായ രീതിയിൽ മുട്ടിൽ മരം മുറി കേസിലും പിഴ ഈടാക്കാനാണ് നീക്കമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, വിശദാംശങ്ങൾ. അല്ലംപേർ, തീർച്ചയായും നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു പൊതുപ്രവർത്തകൻ, അതായത് പി കെ മുരളീധരൻ എന്നു പേരുള്ള പൊതുപ്രവർത്തകൻ, വയനാട് തന്നെയുള്ള പൊതുപ്രവർത്തകൻ അയച്ച ഒരു വക്കീൽ നോട്ടീസിന്, അതായത് കളക്ടർക്ക് അയച്ച ഒരു വക്കീൽ നോട്ടീസിന് മറുപടിയായാണ് ജില്ലാ കളക്ടർ ഈ വിശദീകരണം നൽകിയിരിക്കുന്നത്. ഈ വിശദീകരണത്തിൽ പറയുന്നത് 37,27,416 രൂപ ഒരു സുഹ്റ എന്നു പേരായ, അതായത് അരിക്കര സുഹ്റ, കോഴിപ്പറമ്പ് വീട്, കാരക്കാട് പോസ്റ്റ് എന്ന ആ വ്യക്തിക്ക് നേരെ നൽകിയ ഒരു നടപടിയുടെ ഭാഗമായി 37,27,416 രൂപ വീട്ടിമരം മുറിച്ചതിന് പിഴയായി ഈടാക്കുന്നുണ്ട്. പിഴ ഈടാക്കിക്കൊണ്ടുള്ള നോട്ടീസ് നൽകിയിരുന്നു. ഈ പിഴ ഈടാക്കുന്നതിനുള്ള നോട്ടീസ് നൽകിയ തുക അടയ്ക്കാതെ ഇത് നീട്ടിവെച്ചിരിക്കുകയായിരുന്നു. പല കാരണങ്ങൾ പറഞ്ഞ് അത് സാങ്കേതികമായി നീട്ടിവെക്കുകയായിരുന്നു. അതായത് നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഉരുൾപൊട്ടലുണ്ടായ ഒരു സാഹചര്യത്തിൽ അവിടെയുള്ള ആൾക്കാരുടെ, സാധാരണക്കാരുടെ വായ്പകളും അതുപോലെ തന്നെ ബാധ്യതകളും സംബന്ധിച്ച് റവന്യൂ റിക്കവറി നടപടികൾ നിർത്തിവെക്കണമെന്ന ഉത്തരവിൻ്റെ മറവിലാണ് ഈ പിഴ കൂടി ഉൾപ്പെടുത്തി ഇത്തരത്തിലുള്ള നിയമ നടപടികൾ ഒഴിവാക്കുന്നതിനുള്ള നീക്കം നടത്തിയത്. എന്നാൽ പിഴകളോ അത്തരത്തിലുള്ള പണിഷ്മെൻ്റ് ആക്ടിവിറ്റികൾക്കോ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള മൊറട്ടോറിയങ്ങൾ ബാധകമല്ല എന്ന് നേരത്തെ തന്നെ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പൊതുപ്രവർത്തകൻ ഒരു വക്കീൽ നോട്ടീസ് അയക്കുകയും ആ വക്കീൽ നോട്ടീസിന് മറുപടിയായി വളരെ കൃത്യമായി ഇപ്പോൾ ജില്ലാ കളക്ടർ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ജില്ലാ കളക്ടർ മറുപടി നൽകിയിരിക്കുന്നത് 9-ാം തീയതിയാണ്. ഏതാണ്ട് 9/12, അതായത് ഈ മാസം 9-ാം തീയതിയാണ് മറുപടി നൽകിയിരിക്കുന്നത്. മറുപടി ലഭിച്ചത് കുറെ കൂടി വൈകിട്ടാണെങ്കിൽ കൂടി മറുപടി നൽകിയ ദിവസം മുതൽ 14 ദിവസത്തിനുള്ളിൽ തൃക്കൈപ്പറ്റ വില്ലേജിൽ മരം മുറിച്ച സുഹ്റ എന്ന വ്യക്തിയുടെ നേരെ നടപടികൾ സ്വീകരിക്കുകയും ആ പിഴ ഈടാക്കുകയും ചെയ്യണമെന്ന ഒരു നിർദ്ദേശം നൽകിയതായി ജില്ലാ കളക്ടർ ഔദ്യോഗികമായി പരാതിക്കാരനെ അറിയിച്ചിരിക്കുന്നു എന്നാണ് ഈ വക്കീൽ നോട്ടീസിന് മറുപടിയായി അവർ നൽകിയിരിക്കുന്ന മറുപടി. സ്വാഭാവികമായും ഈ മറുപടി പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത് 2 വിഷയങ്ങളാണ്. തൃക്കൈപ്പറ്റ വില്ലേജിൽ സമാന രീതിയിലുള്ള മരംമുറി നടന്നപ്പോൾ ആ മരംമുറിക്ക് പിഴ ഈടാക്കുകയും ആ പിഴ ഈടാക്കിയ നടപടി കർഷകരെ ഒഴിവാക്കുന്നു എന്ന രീതിയിലുള്ള ചില വ്യാഖ്യാനങ്ങൾ നടത്തി വൈകിപ്പിക്കുകയുമായിരുന്നു. ഒരു നിമിഷം ഞാനൊന്ന് ഇടപെടുകയാണ്. പൊതുപ്രവർത്തകനായ മുരളീധരൻ PK ചേരുന്നു. ശ്രീ മുരളീധരൻ, താങ്കളാണ് ഈ പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ സുഹ്റ പിഴ ഈടാക്കണം, പിഴയടക്കണം എന്ന്, അതായത് 2 ആഴ്ചക്കുള്ളിൽ പിഴയടക്കണം എന്നൊരു നിർദ്ദേശം, ഉത്തരവ് ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഏകദേശം 37 ലക്ഷം രൂപ പിഴ അടക്കണം എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പരാതിയിൽ താങ്കൾ എന്തൊക്കെയാണ് ചൂണ്ടിക്കാട്ടിയത്, മുരളീധരൻ? നമസ്കാരം. ഈ വിഷയത്തിൽ മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് പരാതി നിലനിൽക്കെ ഇതേ കാലഘട്ടത്തിൽ സുഹറ അവരുടെ കൈവശ ഭൂമിയിൽ നിന്നും വീട്ടിമരം മുറിക്കുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചിരുന്നു. അപേക്ഷയിൽ വില്ലേജ് ഓഫീസർ കൊടുത്ത മറുപടി ഈ കൈവശ ഭൂമിയിലുള്ള വീട്ടിമരം മുറിക്കുന്നതിന് നിയമപരമായി അനുമതി തരാൻ സാധിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടി ആ കത്ത് മടക്കുകയാണ് ചെയ്തത്, അപേക്ഷ. പിന്നീട് അദ്ദേഹം കലക്ടറുമായി ബന്ധപ്പെട്ട് അതുപോലെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖാന്തരം ആ കത്ത് അയച്ചു. ആ കത്തിന് കൊടുത്തുള്ള മറുപടി പട്ടയഭൂമിയിലെ വീട്ടുമരങ്ങൾ മുറിക്കുന്നതുമായി സംബന്ധിച്ച് സുഹറയുടെ തീയതി വെക്കാത്ത നിവേദനം എന്നാണ് അണ്ടർ സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് വേണ്ടി അണ്ടർ സെക്രട്ടറി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നിവേദനത്തിലെ ഉള്ളടക്കം പരിശോധിച്ച് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നായിരുന്നു അതിൽ നിർദ്ദേശം. അത് ആ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് വീണ്ടും അദ്ദേഹം ജില്ലാ കളക്ടറെ സമീപിക്കുകയുണ്ടായി. അവിടെ നിന്ന് യാതൊരുവിധ മറുപടിയും അവർക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് ഈ കാര്യത്തിൽ കോടതിയുടെ നിർദ്ദേശങ്ങൾ പോലും പാലിക്കാതെ ആ കൈവശ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള 500 വർഷത്തിലധികം പഴക്കമുള്ള വീട്ടിമരം മുറിച്ചു മാറ്റാൻ അവർ തയ്യാറായത്. അതിനെ തുടർന്ന് പിന്നീടുണ്ടായിട്ടുള്ള ഇടപാടുകളിൽ, പരാതികളിലും എല്ലാം തന്നെ അവരുടെ കയ്യിൽ നിന്നും പിഴ ഈടാക്കുന്നതിന് വേണ്ടി 2025 ജനുവരി മാസം ഈ കാര്യങ്ങൾ കാണിച്ച് കത്ത് കൊടുത്തിരുന്നു. അങ്ങനെ ആ 37,27,416 രൂപ പിഴ ഈടാക്കുന്നതിന് വേണ്ടി അവരോട് ആവശ്യപ്പെട്ടു. പക്ഷെ ആ പിഴ അടയ്ക്കുന്നതിന് തയ്യാറാകാതെ വീണ്ടും ആ പിഴ അടയ്ക്കാത്ത വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ
അദ്ദേഹം അതിനുവേണ്ടി നമ്മൾ ഈ പിഴ ഈടാക്കാത്തതിന്റെ കാരണം ചോദിച്ചിരുന്നു. കാരണം ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇപ്പോ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇവരുടെ കയ്യിൽ നിന്നും ഈ പിഴ ഈടാക്കാൻ സാധിക്കുന്നില്ല എന്നതായിരുന്നു മറുപടി. പക്ഷേ ഒരു കാരണവശാലും നമുക്ക് ഈ വിഷയത്തിൽ അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ലായിരുന്നു. ഈ പിഴ ഈടാക്കേണ്ട കാരണം കൊണ്ട് ഈടാക്കാത്തത് കൊണ്ട് തന്നെ ഈ പറയുന്ന മൊറട്ടോറിയം ഇതിന് ബാധകമല്ല എന്ന് കോടതി പലതവണയും പറഞ്ഞിട്ടുമുണ്ട്. ആ ഉത്തരവുകളും ഇല്ലെങ്കിൽ കോടതി നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെ ഇവർക്ക് ഒരു ഒളിച്ചുകളി നടത്തുന്നതിന് വേണ്ടിയാണ് ഈ 37,27,416 രൂപ ഈടാക്കാതെ തുടർന്നു പോകുന്നത്. ഇത് കലക്ടറുടെ മുമ്പാകെ ഈ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് പരാതി വീണ്ടും കൊടുത്തിരുന്നു. അതിന് മറുപടി കിട്ടിയിരുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് വീണ്ടും വക്കീൽ നോട്ടീസ് അയക്കാൻ ഞാൻ നിർബന്ധിതനായത്. അങ്ങനെ വയനാട് ജില്ലാ കളക്ടർക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. ആ നോട്ടീസിന് മറുപടി ആയിട്ടാണ് ഇവരുടെ കയ്യിൽ നിന്നും ഈ തുക 7 ദിവസത്തിനകം ഈടാക്കണം എന്നുള്ള നിലപാട് കളക്ടർ എടുത്തത്. ഓക്കെ മുരളീധരൻ, ഇപ്പോൾ സുഹറയ്ക്ക് പിഴയടക്കണം എന്ന ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിരിക്കുന്നു. മുട്ടിൽ മരമുറി കേസിലെ പ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാർക്കെതിരെയും സമാനമായ നടപടിയെടുക്കേണ്ടതല്ലേ ജില്ലാ ഭരണകൂടം? തീർച്ചയായിട്ടും ഇതൊരു തുടക്കമാണ്. കാരണം സുഹറയുടെയും അവരുടെ ഭർത്താവായിട്ടുള്ള ഷെരീഫ് അവർ മേപ്പാടി സ്റ്റേഷനിലെ ക്രൈം നമ്പർ 296/2021 കൽപ്പറ്റ JFCM കോടതി മുമ്പാകെ CC 206/2024 ആ കേസാണ് വെച്ചിട്ടുള്ളത്. ആ കേസ് കഴിഞ്ഞ മാസം 27/11/2025 കോടതി മുമ്പാകെ വന്നിരുന്നു. ആ കേസ് മാറ്റി വെക്കുകയാണ് ചെയ്തത്. ഇപ്പൊ IPC മേപ്പാടി സ്റ്റേഷനിൽ ഉൾപ്പെടെ IPC 420, 426, 120B വകുപ്പുകൾ പ്രകാരവും കൂടാതെ PDPP ആക്ട് 3/1 ഉപവകുപ്പ് പ്രകാരവുമാണ് കേസുള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് PDPP ഇതൊരു പൊതുമുതലാണ്. ആ പൊതുമുതൽ നശിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ FIR ഉള്ളതും അതിനെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ ഈ പിഴ KLC കേസ് മുഖാന്തരം എടുത്തിട്ടുള്ളത്. ആ KLC പ്രകാരം എടുക്കുമ്പോൾ PDPP നിലനിൽക്കുന്നതാണ് എന്ന് നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള രേഖ ഇവർ കാണിച്ചിട്ടുള്ള രേഖയും നേരത്തെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇറക്കിയിട്ടുള്ള ഓർഡർ, തെറ്റായിട്ടുള്ള ഓർഡർ, അതിന്റെ സ്പഷ്ടീകരണം വന്നതിന് ശേഷവും നമ്മുടെ ബഹുമാനപ്പെട്ട അന്നത്തെ വയനാട് ജില്ലാ കളക്ടർ കൂടിയായിട്ടുള്ള അദീല അബ്ദുള്ള ആ സ്പഷ്ടീകരണത്തിന് വേണ്ടി അയക്കുമ്പോഴും നേരത്തെ കോടതി പറഞ്ഞിട്ടുള്ള ഓർഡറിന് വിരുദ്ധമായി ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ഓർഡർ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇറക്കിയിട്ടുള്ള ഓർഡർ നിലനിൽക്കില്ല എന്ന് പറഞ്ഞിരുന്നു. ആ പറഞ്ഞത് പ്രകാരം പോലും അതുപോലും കണക്കിലെടുക്കാതെ വീണ്ടും ഇത്തരത്തിൽ പഴയ ഓർഡർ വെച്ചുകൊണ്ട് സ്പഷ്ടീകരണം ചോദിക്കാനുണ്ടായിട്ടുള്ള കാരണമാണ്. അങ്ങനെ ഈ തെറ്റായ വിധി പ്രകാരം ഓർഡർ പ്രകാരം അന്നത്തെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇന്നത്തെ ചീഫ് സെക്രട്ടറിയുമായിട്ടുള്ള ജയതിലക് അദ്ദേഹം ഇറക്കിയിട്ടുള്ള ആ പരിപത്രം, ആ വിജ്ഞാപനം പുറപ്പെടുവിച്ചത് വീണ്ടും പിൻവലിക്കപ്പെട്ടു. അന്ന് മുട്ടിൽ മരമുറി നടക്കുന്നതിന് പ്രധാനമായിട്ട് കാരണമായത് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇറക്കിയിട്ടുള്ള അന്നത്തെ ഉത്തരവാണ്. ആ ഉത്തരവിന്റെ മറവിലാണ് ഈ മരമുറി വ്യാപകമായി മരം കൊള്ള, മുട്ടിൽ മരമുറി ആയാലും ശരി കേരളത്തിൽ വ്യാപകമായി നടന്നിട്ടുള്ള ഈ വീട്ടിമരം കൊള്ള, ഈ രാജകീയ മരങ്ങൾ ചന്ദനം ഒഴികെയുള്ള മറ്റു മരങ്ങളെല്ലാം മുറിക്കാം എന്നുള്ള ഓർഡർ വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മരം മുറി വ്യാപകമായി നടന്നത്. ഇതിനകത്ത് വലിയൊരു ഗൂഢാലോചനയുണ്ട്. ഈ സുഹറയുടെ പിഴ ഈടാക്കുന്നതോടൊപ്പം തന്നെ ഇപ്പൊ നോട്ടീസ് അയച്ചിട്ടുള്ളത് പാവപ്പെട്ട വനവാസി സഹോദരങ്ങൾക്കാണ് നോട്ടീസ് ആയിട്ടുള്ളത്. 85 ലക്ഷം രൂപ മുതൽ ഓരോരുത്തർക്കും പിഴയടയ്ക്കുന്നതിന് വേണ്ടി KLC പ്രകാരം കേസ് ചാർജ് ചെയ്തതിന്റെ മറവിൽ ഇപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുക. ആളുകളെല്ലാവരും ഭയചകിതരാണ്. കൈവശക്കാരായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ പിഴ ഈടാക്കേണ്ടി വന്നത് ഈ തെറ്റായ ഉത്തരവ് പ്രകാരം. ഈ ഉത്തരവിന്റെ പുറകിൽ പ്രവർത്തിച്ചിട്ട കരങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള വൻ റാക്കറ്റുകൾ. അവർക്കെതിരെയാണ് അന്വേഷണം വരേണ്ടത്. ആ അന്വേഷണം വന്നുകൊണ്ട് പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്നും പിഴ ഈടാക്കുന്നതിന് പകരം ഈ വിധി സമ്പാദിക്കുന്നതിനും വിധി പുറപ്പെടുവിക്കുന്നതിനും നടന്നിട്ടുള്ള ഗൂഢാലോചന വെളിച്ചത്ത് കൊണ്ടുവരണം. അത് നിലവിലുള്ള പോലീസ് കേസ് കൊണ്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എടുത്തിട്ടുള്ള കേസുകൾ കൊണ്ടോ ഒന്നും നമുക്ക് ഈ കാര്യങ്ങൾ തെളിയിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്വതന്ത്രമായ ഏജൻസി കൃത്യമായി അന്വേഷണം നടത്തി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ആൻഡോ അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് അതിനകത്ത് പ്രതിയായിട്ടുള്ളത്. അവർക്കെതിരെ CBI അന്വേഷണം നടത്തി കൃത്യമായിട്ടുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നടപടി സ്വീകരിക്കേണ്ടത്. കോടിക്കണക്കിന് രൂപ
നമുക്കത് വിലമതിക്കാൻ പോലും കഴിയാത്തതാണ്. അത്രയും കോടിക്കണക്കിന് രൂപയാണ് ഈ മുട്ടിൽ മരമുറിയിലൂടെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ആ തുക ഈടാക്കാനും കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും ഈ ഒരു ഓർഡർ പ്രകാരം സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു തുടക്കമാണ്. ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് മറ്റുള്ള കേസുകളിലേക്കും ഇതേപോലെ PDPP ആക്ട് അനുസരിച്ചിട്ടുള്ള കുറ്റങ്ങൾ ചാർത്തിക്കൊണ്ട് തന്നെ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്കെതിരെ, അതിന് കൂട്ടുനിന്നിട്ടുള്ള ആളുകൾക്കെതിരെ ഉദ്യോഗസ്ഥർ. യെസ്, നന്ദി മുരളീധരൻ. കൃത്യവും അതുപോലെ സ്പഷ്ടവുമായ വിശദീകരണം നൽകിയതിന്, മാത്രമല്ല നിയമ നടപടികളിലേക്ക് കടന്ന താങ്കളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഐസൺ, നോക്കൂ, സമാനമായിട്ടുള്ള പിഴ അഗസ്റ്റിൻ സഹോദരന്മാർക്കെതിരെയും ചുമത്തേണ്ടതാണ്. ഒരു പക്ഷേ ഇതിലൊക്കെ അട്ടിമറി നടന്നേക്കാം. അതുകൊണ്ട് തന്നെയാണ് മുരളീധരൻ നേരത്തെ പറഞ്ഞത് ഇതിൽ CBI അന്വേഷണം അനിവാര്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, അന്നത്തെ റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ A. ജയതിലക്കാണ് ഇങ്ങനെ മരം മുറിക്കാൻ അനുമതി നൽകുന്ന ഒരു സർക്കാർ ഉത്തരവ് ഇറക്കിയത്. അദ്ദേഹം ഇപ്പോൾ ചീഫ് സെക്രട്ടറിയായി ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം തടി സംരക്ഷിക്കേണ്ടത് ആവശ്യകതയാണ്. സ്വാഭാവികമായും ഒരു പക്ഷേ ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവർക്കെല്ലാം അദ്ദേഹം പരിരക്ഷ നൽകുന്നു എന്നതിൻ്റെ സൂചനകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നേരത്തെ റിപ്പോർട്ട് ചെയ്തതുമാണ്, അല്ലേ? അപ്പോൾ ഇനി എന്തായിരിക്കും തുടർ നടപടികൾ? ഇതൊരു തുടക്കം മാത്രമാണ് എന്ന് ശ്രീ മുരളീധരൻ ആവർത്തിച്ച് പറഞ്ഞു. ഇതിനെ സർക്കാർ ഗൗരവത്തോടെ തന്നെ സമീപിക്കുമോ, അതോ അഗസ്റ്റിൻ സഹോദരന്മാരുടെ കേസ് എത്തുമ്പോൾ ഒരുപക്ഷെ അയഞ്ഞ നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ടോ? കാരണം സർക്കാരിന് ഓശാന പാടുന്ന, സർക്കാരിൻ്റെ എന്ത് വൃത്തികെട്ട ചെയ്തികൾക്കും എല്ലാ പരിരക്ഷയും നൽകുന്ന, എല്ലാ പിന്തുണയും നൽകുന്ന ഒരു ദൃശ്യ മാധ്യമം നടത്തുന്നവരാണ് ഈ അഗസ്റ്റിൻ സഹോദരന്മാർ. അതുകൊണ്ട് തന്നെ ഇതൊരു ഒത്തുകളി ആണോ? അഗസ്റ്റിൻ സഹോദരന്മാരുടെ കേസിൽ നടപടി ദുർബലമാക്കുമോ? എന്താണ് ഐസൺ താങ്കളുടെ നിരീക്ഷണം? അൽനമ്പ്യാർ, തീർച്ചയായും ഈ അഗസ്റ്റിൻ സഹോദരിമാരുടെ കേസിൽ, ഈ കേസ് അതായത് റോജി, ആൻഡോ, ജോസ്കുട്ടി അഗസ്റ്റിൻ എന്നിവരുടെ കേസിൽ, അവരുമായി ബന്ധപ്പെട്ട മരമുറി കേസിൽ, മുട്ടിൽ മരമുറി കേസിൽ ഈ കേസ് ഒരു സാധ്യതയാകുന്നതിൻ്റെ ഭാഗം, അതായത് നിയമപരമായ ഭാഗമാണ് ഗൗരവമർഹിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, തൃക്കൈപ്പറ്റ വില്ലേജിലാണ് ഈ മരമുറി നടന്നിട്ടുള്ളത്. ഈ മരമുറി നടന്നത് രാജകീയ വൃക്ഷം തന്നെയാണ് മുറിച്ചു മാറ്റിയിട്ടുള്ളത്. ഈ മുറിച്ചു മാറ്റിയ രാജകീയ വൃക്ഷത്തിന് കൃത്യമായി അതിൻ്റെ 3 ഇരട്ടി വില കണക്കാക്കി പിഴ ഈടാക്കണം എന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ആ നിർദ്ദേശം നടപ്പാക്കണം, അല്ലെങ്കിൽ ആ ഉത്തരവ് നടപ്പാക്കണം, പിഴ ഈടാക്കണം, 2 ആഴ്ചയ്ക്കുള്ളിൽ പിഴ ഈടാക്കണമെന്നാണ് ജില്ലാ കളക്ടർ നൽകിയ മറുപടി. ഏതാണ്ട് ഒരാഴ്ച കൂടി സമയം തുടരുന്നുണ്ട്. അതിനുള്ളിൽ ഈ പിഴ ഈടാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ജപ്തി നടപടികളും ആ ഭൂമി കണ്ടുകെട്ടുന്നതിനുള്ള നടപടികളും അവരുടെ സ്വത്ത് കണ്ടുകെട്ടി തുക ഈടാക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തണമെന്ന ഒരു നിർദ്ദേശമാണ് റവന്യൂ റിക്കവറിയുടെ ഭാഗമായി ഉണ്ടാവുക. ഈ കാര്യം നേരെ അഗസ്റ്റിൻ സഹോദരന്മാർ മറ്റുള്ളവരുടെ ഭൂമിയിൽ നിന്ന് മുറിച്ചു മാറ്റിയ മരങ്ങളുടെ വിഷയത്തിൽ പരിഗണിക്കുമ്പോൾ നേരിട്ട് അത് കർഷകർക്ക് നേരെയാണ് ആ നടപടി. അതായത് കർഷകർക്ക് പട്ടയം കിട്ടിയ ഭൂമിയിൽ നിന്നും അവിടെ ഉണ്ടായിരുന്ന രാജകീയ മരങ്ങൾ മുറിച്ചു മാറ്റിയ കേസാണ് ഉള്ളത്. ആ കേസിൽ കൃത്യമായും ഭൂ ഉടമകളും പ്രതികളാണ്, അഗസ്റ്റിൻ സഹോദരന്മാരും പ്രതികളാണ്. ഭൂ ഉടമകളാണ് ഈ പിഴ അടയ്ക്കേണ്ടത്. ഈ പിഴയിൽ നിന്നും കർഷകരെ ഒഴിവാക്കുമെന്നാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ റവന്യൂ മന്ത്രി തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ചില നോട്ടീസുകളെല്ലാം തന്നെ സബ് കളക്ടർ അയച്ചതിന് പിന്നാലെ റവന്യൂ മന്ത്രി നൽകിയ ഒരു വിശദീകരണത്തിൽ പറയുന്നത് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകില്ല, കർഷകരെ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരുന്നത്. മുട്ടിൽ മരമുറി കേസിൽ കർഷകരെ ഒഴിവാക്കിക്കൊണ്ട് നിർത്തി നടപടി സ്വീകരിക്കണമെങ്കിൽ അത് ഏത് രീതിയിൽ, അതായത് സർക്കാരിൻ്റെ സമ്പൂർണ്ണ വിജ്ഞാപനമായി പുറത്തു വന്നല്ലാതെ അത്തരം നിയമ നടപടികൾ ഒഴിവാക്കുക സാധ്യമല്ല എന്നിരിക്കെ ഈ അഗസ്റ്റിൻ സഹോദരന്മാരുടെ നേരെയുള്ള ഈ കേസ് കൃത്യമായ നടപടികളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകേണ്ടതാണ്. അത് തുറന്നു കിട്ടേണ്ടതുമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ ആ സാഹചര്യം തുറക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായാൽ സ്വാഭാവികമായും ഈ അഗസ്റ്റിൻ സഹോദരന്മാർ മുറിച്ചു മാറ്റിയ മരങ്ങൾ നിലനിന്നിരുന്ന ഭൂമിയുടെ ഉടമസ്ഥർക്ക് നേരെയാണ് നടപടി ഉണ്ടാവുക. ആ നടപടി ഒഴിവാക്കാനാകില്ല. അത്തരത്തിൽ കർഷകർക്ക് നേരെ നടപടി ഉണ്ടാകില്ല എന്ന റവന്യൂ മന്ത്രിയുടെ വാക്ക് പാഴ്വാക്കാകുന്ന നീക്കങ്ങളുടെ ഒരു ദൃഷ്ടാന്തമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാം, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. മരം മുറിച്ച സ്ഥലമുടമകൾ പിഴ അടയ്ക്കണം എന്ന് സർക്കാർ ഒരു കേസിൽ നിർദ്ദേശിക്കുകയാണെങ്കിൽ മറ്റു കേസിൽ അത് ഒഴിവാക്കാനൊന്നും സാധ്യമല്ല. അത്തരത്തിലൊരു നിയമപരമായ ഒരു നടപടി സ്വീകരിക്കാനും സാധ്യമല്ല. നമുക്കറിയാവുന്നതാണ്, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭൂമിയിലെ മരം മുറിച്ചതുമായി ബന്ധപ്പെട്ട് ആ ഭൂ ഉടമയ്ക്ക് നേരെ നടപടി എടുക്കുന്നുണ്ടെങ്കിൽ മറ്റു ഭൂമിയിലെ മരം മുറിച്ചതുമായി ബന്ധപ്പെട്ട് ആ ഭൂ ഉടമകൾക്ക് നേരെ നടപടിയും റിക്കവറി നടപടികളും പിഴ ഈടാക്കുന്ന നടപടികളും സ്വീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ അത് ആൻഡോ അഗസ്റ്റിൻ്റെയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരുടെയും നേരെ അവർ മുറിച്ചു കൊണ്ടുപോയ മരത്തിൻ്റെ ആ ഉത്തരവാദിത്വം കൂടി ചേർത്ത ഒരു ക്രിമിനൽ സ്വഭാവമുള്ള കേസായി അത് മാറുകയും ചെയ്യും.
ചെയ്യും. ഈ ഭൂമി പണം പിടിച്ചെടുക്കുന്നതിന് അല്ലെങ്കിൽ പിഴ ഈടാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ നേരിട്ടതൊരു ബാധ്യതയായി അഗസ്റ്റിൻ സഹോദരന്മാരുടെ തലയിൽ വരികയും ചെയ്യുമെന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നടപടി വൈകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നന്ദി ഐസൻ. വയനാട് അനധികൃതമായി മരം മുറിച്ചു മാറ്റിയ കേസിൽ നടപടിയുമായി ജില്ലാ ഭരണകൂടം സുഹറ എന്ന സ്വകാര്യ വ്യക്തിക്ക് 37,27,000 പരം രൂപ പിഴയടക്കാൻ നോട്ടീസ് നൽകിയിരിക്കുന്നു. അഗസ്റ്റിൻ സഹോദരന്മാരുടെ കേസിലും ഇത് ബാധകമാണ്. പക്ഷേ അഗസ്റ്റിൻ സഹോദരന്മാർക്കെതിരെ ശക്തമായ നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. ഐസൻ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. നമുക്ക് കൂടുതൽ വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള.